ഗസ വെടിനിർത്തലിൽ പ്രതീക്ഷയുണർത്തി ബന്ദിമോചനം തുടരാൻ ഹമാസ് തീരുമാനം. കരാർ പ്രകാരം ശനിയാഴ്ച വിട്ടയക്കേണ്ട 3 ബന്ദികളെയും വിട്ടയക്കും. റഫ അതിർത്തി വഴി കൂടുതൽ സഹായ ട്രക്കുകൾ ഇസ്രായേൽ അനുവദിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സൈനിക ഓഫീസർമാരുടെയും യോഗം വിളിച്ചു. ഗസ ബുറൈജ് ക്യാമ്പിന് നേർക്ക് ഇസ്രായേൽ വ്യോമാക്രമണമുണ്ടായി. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, വലിയ ആശങ്ക നിലനിന്നതായിരുന്നു. ഈ ശനിയാഴ്ചയിലെ ബന്ദി കൈമാറ്റം നടക്കാനുള്ള സാധ്യതയും വലിയ അനിശ്ചിതത്വത്തിലായതായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ആശങ്കയുടെ കാർമേഘം മാഞ്ഞുപോയത്? ഈ ബന്ദിമോചനം എപ്പോഴായിരിക്കും നാളെ നടത്താൻ പോകുന്നത്? സഹായ ട്രക്കുകൾ കടത്തിവിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ എന്തു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടത്? ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ് വരേണ്ടത്. കാരണം ഹമാസ് ഔദ്യോഗികമായി തന്നെ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ശനിയാഴ്ച കരാർ പ്രകാരം നടക്കേണ്ട 3 ബന്ദികളുടെ കൈമാറ്റം നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ തങ്ങൾ നടത്തും. കാരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ നീക്കം. അതോടൊപ്പം തന്നെ കരാറിലെ മറ്റു വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം. അത് തയ്യാറായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചില MCA, ഒരു നിമിഷം ഒന്ന് മാറ്റി കണക്ട് ചെയ്യാം. ചെറിയൊരു സാങ്കേതിക പരിമിതിയുണ്ട്. ഗസ വെടിനിർത്തലിൽ പ്രതീക്ഷയുണർത്തിയാണ് ഇപ്പോൾ ബന്ദിമോചനം തുടരാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത്. കരാർ പ്രകാരം ശനിയാഴ്ച വിട്ടയക്കേണ്ട 3 ബന്ദികളെയും വിട്ടയക്കും. അതേസമയം റഫ അതിർത്തി വഴി കൂടുതൽ സഹായ ട്രക്കുകൾ ഇസ്രായേൽ അനുവദിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. MCA നാസർ തുടരുന്നുണ്ട്. MCA തുടരാം. സൈഫുദ്ദീൻ, ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മിക്കവാറും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാ ബന്ദികളെയും ശനിയാഴ്ചക്കകം വിട്ടയക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതല്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയതാണ്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇസ്രായേലിന്റെ സുരക്ഷാ സമിതി മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുകയും അത് ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. ട്രംപ് നിർദ്ദേശിച്ചതുപോലെ എല്ലാ ബന്ദികളെയും ശനിയാഴ്ചക്കകം വിട്ടയക്കണം. അതല്ല എങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയത്. പക്ഷെ നേരത്തെ രൂപപ്പെടുത്തിയ ആദ്യവട്ട കരാറിന്റെ ഭാഗമായിട്ടുള്ള ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം ഹമാസ് നിർത്തിവെച്ച സാഹചര്യത്തിലാണ് ഇസ്രായേൽ അത്തരമൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും നടത്തിയ തിരക്കിട്ട ചില നീക്കങ്ങളാണ് ഹമാസിനെയും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ടും ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നേരത്തെ കരാറിൽ പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ച 3 ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതോടുകൂടി അതിന് ആനുപാതികമായിട്ടുള്ള പലസ്തീൻ തടവുകാരെ തങ്ങളും കൈമാറാമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രായേൽ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച തന്നെ വിടണം എന്ന ട്രംപിന്റെയും ഇസ്രായേൽ നേതൃത്വത്തിന്റെയും ആ നീക്കം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അത്തരം പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ തങ്ങളെ ഒരു പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കുകയില്ല എന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആക്രമണമാണെങ്കിൽ അതിനെ പിന്നിട്ട 15 മാസങ്ങളിൽ ചെറുത്ത അതേ രീതിയിൽ തന്നെ ഇനി അങ്ങോട്ടും തങ്ങൾ ചെറുക്കാൻ ബാധ്യസ്ഥമാണ്. ഗസയിൽ നിന്ന് പലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള ഒരു നീക്കവും അനുവദിക്കുകയില്ല എന്നുകൂടി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ ശനിയാഴ്ച നടക്കുന്ന ബന്ദിമോചനം, മറ്റന്നാൾ നടക്കുന്ന ആ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളാണ്. അത് ഒരു പക്ഷേ ഇന്നിപ്പോ സുരക്ഷാ സമിതി യോഗം ചേരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നെതന്യാഹു തന്നെ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തും. ഇതിൽ ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ബന്ദികളുടെ മോചനത്തിന് വേണ്ടി അവരുടെ ബന്ധുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ്. കാരണം പിന്നിട്ട ദിവസങ്ങളിൽ അവർ വ്യാപകമായി തന്നെ പ്രക്ഷോഭവുമായിട്ട് രംഗത്തുണ്ട്. കാരണം ഈ കരാർ ഹമാസുമായിട്ട് തുടരേണ്ടതുണ്ട്. എല്ലാ ബന്ദികളെയും വിട്ടുകിട്ടുന്നത് വരെ 2ഉം 3ഉം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുമായിട്ട് ഇസ്രായേൽ നേതൃത്വം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ബന്ദികളെ പിന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടുമാറുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇനി നീങ്ങരുത് എന്ന അവരുടെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദമാണ് ഒരുപക്ഷെ ഇസ്രായേലിനെ കൊണ്ട് ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നതോടുകൂടി മാത്രമേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ചിത്രം പുറത്തു വരൂ. സൈഫുദ്ദീൻ.